മലയാളത്തിലെ ആദ്യ 50ഉം 100ഉം 250ഉം കോടിയെല്ലാം പിറന്നത് ആ നായകന്റെ സിനിമകളിലൂടെയാണ്. അതിന് തുടക്കമിട്ടതോ മോളിവുഡിന്റെ സ്കീമാറ്റിക്സ് തന്നെ മാറ്റിയ ദൃശ്യത്തിലൂടെ. വെറും 4ാം ക്ലാസ്സുകാരൻ നാട്ടുംപുറത്തുകാരന്റെ ബുദ്ധി അല്ല അയാൾക്കുള്ളത്. മലയാളത്തിന്റെ ആദ്യ 50 കോടി എന്ന ഖ്യാതിയോടെയാണ് 2013-ലെത്തിയ ദൃശ്യം ഓട്ടം അവസാനിപ്പിച്ചത്. പിന്നീട് ഇങ്ങോട്ടുള്ള കാലം ആ സിനിമ ഒരു ശരാശരി മലയാളി സിനി ഫൈലിന്റെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. ഞങ്ങളൊക്കെ ജോർജ് കുട്ടി ഫാൻസാ. പുള്ളി നമ്മുടെ സ്റ്റാർ അല്ലേ. മേക്കിങ്ങിൽ പല വിമർശനങ്ങൾ കേൾക്കുമ്പോഴും കഥയുടെയും പ്ലോട്ട് ട്വിസ്റ്റുകളുടെയും മികവിൽ അതിനെയെല്ലാം കവച്ചു വെക്കുന്നതായിരുന്നു പുറത്തിറങ്ങിയ 2 ഭാഗങ്ങളും. 2 തവണ കോടതിയുടെ അനുവാദത്തോടെ അയാളെയും കുടുംബത്തെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഇനി ഒരു സോളിഡ് പ്രൂഫ് ഇല്ലാതെ കോടതിയിലേക്ക് വരരുതെന്ന് കോടതി താക്കീത് നൽകി. മലയാള സിനിമയിൽ ഇന്നേ വരെ നടക്കാത്ത ഒരു കൈൻഡ് ഓഫ് ഡീൽ പനോരമ ഓഫർ ചെയ്തു. വെറും സെക്കൻഡുകൾ കൊണ്ടുള്ളത് കളക്ഷനൊക്കെ പുറത്തു വരുന്നത് കേട്ടിട്ട് ഞെട്ടലാണ്. 160 കോടിക്കാണ് പനോരമ ഇത് സ്വന്തമാക്കിയതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രീ സെയിൽ 6.62 CR. പ്രീ സെയിൽ ദൃശ്യം 10 കോടി കഴിഞ്ഞു വേൾഡ് വൈഡ്. അപ്പോൾ ഇത് ഏത് ലെവലിലേക്ക് എത്തും? ബുക്ക് മൈ ഷോയിൽ മാത്രം 100K ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കളക്ഷൻ 17 കോടിക്ക് മുകളിൽ 17.5 കോടി കടന്നിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ ദിനത്തെ എന്നുള്ളതാണ്. ഇപ്പൊ ഇതാണ് ബെഞ്ച് മാർക്ക്. ഇതിപ്പോൾ 300 കോടി കഴിഞ്ഞു, അല്ലെങ്കിൽ 200 കോടി കഴിഞ്ഞു, 300 കോടി കഴിഞ്ഞു, 400 കോടി വാഴ എത്തിയാൽ ഇതാണ് ഏറ്റവും വലിയ കളക്ഷൻ. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് വേറെയാണ്. കാരണം ഇതിന്റെ റെക്കോർഡ് മറികടക്കാൻ അടുത്തൊരു സിനിമ ഉറപ്പായിട്ടും വരും.